ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ബ്രസയുടെ ZXi വേരിയൻ്റ് ആണ്. ബ്രസയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ZXi വേരിയൻ്റ് ആണ്. 2025 മോഡൽ ബ്രസയിലെ അത്യാവശ്യം വേണ്ട ചേഞ്ചസ് മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ബ്രസയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്ത് നോക്കാം. പലരും കമൻസ് പറയുന്നതാണ് എനിക്ക് എല്ലാ വണ്ടിയും വാല്യൂ ഫോർ മണി ആണെന്ന്. നിങ്ങൾ വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ എല്ലാ വാഹനങ്ങളുടെയും ഒരു മിഡ് വേരിയൻ്റ് ആയിരിക്കും ആദ്യം റിവ്യൂ ചെയ്യുക. കാരണം സാധാരണക്കാരന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് വന്നൊരു വേരിയൻ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് റിവ്യൂ ചെയ്യുക. അതുകൊണ്ടാണ് അതിന് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ബ്രസ ZXi വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വേരിയൻറ്റ് ZXi വേരിയൻ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബ്രസയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ZXi വേരിയൻ്റ് ആണ്. VXi വേരിയൻറ്റ് ഇപ്പോൾ അത്യാവശ്യം പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വേരിയൻറ്റ് തന്നെയാണ്. പക്ഷേ ZXi ആൻഡ് VXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ആ 2 ലക്ഷം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു കാറിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലർക്കും ഇതിൻ്റെ ആ ഒരു LED DRL പ്ലസ് LED ഹെഡ്ലൈറ്റ് ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ടോപ്പ് എൻഡിൻ്റെ അത്രയും ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, എന്നാൽ ആ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരണം എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ZXi വേരിയൻ്റ് ആണ്. ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സിൽ ചേഞ്ചസ് കാര്യങ്ങളും ഇതിനകത്ത് മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ളൊരു ലുക്ക് നോക്കുകയാണെങ്കിൽ ലുക്ക് വൈറ്റ് കളർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ബ്രസയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ വൈറ്റ് കളറാണ്. എൻ്റെ വാഹനവും വൈറ്റാണ്. ബ്രസയിൽ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറും ഈ ഒരു വൈറ്റ് കളർ തന്നെയാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ഹെഡ്ലൈറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹൈ ബീമും ഒന്ന് ലോ ബീമും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് LED DRL കാണാവുന്നതാണ്. ഈ DRL തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഹെഡ്ലൈറ്റിനകത്ത് താഴെയായിട്ട് ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. ഈ വശങ്ങളിലായിട്ട് ആ ഹെഡ്ലൈറ്റിന് സൈഡിലായിട്ടാണെങ്കിലും ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രോം ഇൻസൈറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വേരിയൻറ്റിലും 2025 അപ്ഡേറ്റ് ചെയ്തപ്പോഴും മാരുതി ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം 15 ലക്ഷം രൂപ വരെ വരുന്ന കാറിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാം. 200 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ആ സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗം ZXi വേരിയൻറ്റ് തൊട്ട്, അതായത് ഈ വേരിയൻറ്റ് തൊട്ടാണ് സിൽവർ ഫിനിഷിൽ വരുന്നത്. LXi ആൻഡ് VXiയിൽ അത് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഒരു ക്രോം ഇൻസൈറ്റ് കാണാം. അത് VXi വേരിയൻറ്റ് തൊട്ടേ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ടോപ്പ് ാണ് 360 ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സും ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ച് അലോയ് വീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ZXi വേരിയൻറ്റിലാണ്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ അത് ഡയമണ്ട് കട്ടാണ് അലോയ് വീൽസ് വരുന്നത്. ഈ വേരിയൻറ്റിൽ ബ്ലാക്ക് ഫിനിഷിലുള്ള, അതായത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ്. ടയർ സൈസ് എല്ലാ വേരിയൻറ്റിലും സെയിം ആണ്. 215/60R16 അതാണ് ടയർ സൈസ് വരുന്നത്. ഈ വൈറ്റ് കളർ വണ്ടിയിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ബ്ലാക്ക് ക്ലാഡിങ് വാഹനം ചുറ്റുപുറം പോകുന്ന കാണാം. എൻ്റെ ബ്രസയിൽ ഞാനത് വൈറ്റ് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്കൊരു SUV ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ബ്ലാക്ക് ഇൻസൈറ്റാണ് ഇഷ്ടം. ചിലവരത് ചേഞ്ച് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂഫ് റെയിൽ, ഫംഗ്ഷനായിട്ടുള്ള റൂഫ് റെയിൽ വരുന്നതും നമ്മൾ ഈ വേരിയൻ്റ് തൊട്ടിട്ടാണ്. VXi ആൻഡ് LXiയിൽ റൂഫ് റെയിൽ വരുന്നില്ല. സൺ റൂഫ്, സിംഗിൾ ഡിൻ സൺ റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ZXi വേരിയൻറ്റിലാണ്. ബാക്കിൽ നിങ്ങൾക്ക് ഷാർപ്പിൻ ആൻറ്റിന കാണാം. ഗ്ലാസ് കാര്യങ്ങളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത്. UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ്സുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. കീലെസ് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയൻറ്റ് മുതലാണ്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. അറൗണ്ട് 2500 mm ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ സ്പേസ് ഉള്ളൊരു വാഹനമാണ് ബ്രസ. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കാണ്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും ബാക്ക് എൻഡിൽ ഒന്നും വരുന്നില്ല. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഇത് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലും ZXi വേരിയൻറ്റുകളിൽ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. ഇപ്പോൾ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ബാക്കിലെ ഡിസൈൻ വരുന്നത്. നമുക്കിവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ് വരുന്നത്. വാഷറിൻ്റെ നോസിൽ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ബ്രസ എന്ന് പറഞ്ഞ വലിയ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. LED ടൈൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഈ ഒരു പോർഷൻ സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇത് റിവേഴ്സ് ലൈറ്റ്, ഇത് ഇൻഡിക്കേറ്റേഴ്സ്. ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും നമുക്ക് ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിലും ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. ഈ സ്കിഡ് പ്ലേറ്റ് സിൽവർ ഫിനിഷിൽ വരുന്നത് ZXi വേരിയൻറ്റ് തൊട്ടിട്ടാണ്. നമുക്കിവിടെ ഒരു റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്.
നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ബ്രസയ്ക്ക് വരുന്നത്. നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് ZXA വേരിയൻറ്റിലും നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ബാക്കിൽ പാഴ്സൽ ട്രേ വരുന്നതും ഈ വേരിയൻറ്റോട്ടാണ്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ZXA വേരിയൻറ്റിന് ബൂട്ട് ലൈറ്റ് വരുന്നത്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്റ്റീൽ വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അറൗണ്ട് 350 ലിറ്റർ ആണ് ബ്രസയുടെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള ലോഡിംഗ് ടിപ്പൊക്കെ കുറവുള്ള ഒരു വലിയ ബൂട്ടുകൾ എന്ന് തന്നെ പറയാം. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2025 വന്നപ്പോൾ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ്. ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ VXA ആൻഡ് LXA വേരിയൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇൻറ്റീരിയറിൽ കളർ ടോണിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പിൽ ബ്ലാക്ക്, ഇവിടെ ഒരു ബ്രൗണിഷ് കളർ കാണാം. പിന്നെ സീറ്റിലാണെങ്കിലും ആ ഒരു സെയിം ഡ്യുവൽ ടോൺ കളർ എന്നുള്ള രീതിയിലാണ് സീറ്റ് കാര്യങ്ങൾ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടോപ്പിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ്, നടുക്കൊരു സിൽവർ ലൈൻ കാണാം. ഇവിടെ നമുക്ക് ആ ഒരു ഇന്റീരിയറിൽ കണ്ട സെയിം പാറ്റേണിൽ തന്നെ ഒരു സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. ട്യൂട്ടർ ഗില്ല്, സ്പീക്കർ ആൻഡ് ട്യൂട്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാം. നമുക്ക് ഫ്യൂവൽ ലിഡും ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ബാക്കി ബട്ടൺസ് എല്ലാം നമുക്ക് ടോപ്പ് എൻഡിലാണ് ഫംഗ്ഷനിലാവുക. പേസി വെൻസിന് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. ZXA വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പഴയ ബ്രസയുടെ ZXA വേരിയന്റുമായിട്ട് സിമിലർ ആയിട്ട് തന്നെ വരുന്നു. ഇപ്പോൾ 2025 ആണെങ്കിലും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ലേഔട്ട് കാര്യങ്ങളെല്ലാം ബേസ് വേരിയന്റിലൂടെ കോമൺ ആയിട്ടാണ് വരുന്നത്. ഇന്റീരിയറിലെ ഒരു ഡ്യുവൽ ടോൺ കളർ വന്നു എന്നുള്ളതാണ് ZXAയിലേക്ക് വരുമ്പോഴുള്ള ഒരു ഡിഫറൻസ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീല് ലെതർ റാബ്ഡ് ഒന്നുമല്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടാണ്, മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് നമ്മൾക്ക് നമ്മളുടെ ഫോണിന്റെ കൺട്രോൾസ് കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻ വരുന്നത് ഈ ZXA വേരിയന്റ് ഇട്ടിട്ടാണ്. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഈ വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2025 മോഡലിൽ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നു എന്നുള്ളതാണ് ZXA വേരിയന്റിൽ. അതിൻ്റെ നിങ്ങൾക്ക് ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. പിന്നെ സീറ്റിന്റെ വശത്തായിട്ട് നിങ്ങൾക്ക് എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നു എന്നുള്ളതും 2025 വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ് ആണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. സ്പീഡോമീറ്റർ, RPM മീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗ് ആണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, കളർ TFT ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ബാറ്ററി ചാർജിങ്ങിന്റെ പൊസിഷൻസ്, പിന്നെ ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു empty, പിന്നെ ക്ലോക്ക്, ടോർക്ക്, പവർ, അങ്ങനെ അത്യാവശ്യം വേണ്ട നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഒരു പവർ എങ്ങനെയാണ് ബാറ്ററി ചാർജ് ആവുന്നത്, അങ്ങനത്തെ ഒരു കളർ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ZXA വേരിയന്റ് തൊട്ടാണ്. മാനുവലിന്, ഓട്ടോമാറ്റിക്കലി നമുക്ക് VXA വേരിയന്റ് തൊട്ടേ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുള്ളതിൻ്റെ അഡ്വാൻറ്റേജ്. 4 സ്പീക്കറും 2 ട്യൂട്ടറും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസും നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കമ്പനി ബിൽറ്റഡ് ക്യാമറയിൽ അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടിയ ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ഇതിനകത്ത് തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ XL6 ഈ ഒരു സെയിം സിസ്റ്റം ആണ് വരുന്നത്, XL6ന്റെ ആൽഫ വേരിയന്റിൽ. പക്ഷെ അതിനകത്ത് 360 ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. AC വെൻസിന് ചുറ്റും എല്ലാം നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. സ്മാർട്ട് കീ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയന്റിൽ തന്നെയാണ്. നമുക്ക് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംബ്രസ്റ്റ് വരുന്നില്ല. 15 ലക്ഷം രൂപയിലുള്ള വാഹനത്തിൽ ZXA വേരിയന്റിൽ നിന്ന് സെന്റർ ആംബ്രസ്റ്റ് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ സെന്റർ ആംബ്രസ്റ്റ് വേണ്ടവർ അത് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഷോറൂമിൽ ആക്സസറി ആയിട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അതിപ്പോൾ ബേസ് വേരിയന്റോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. അവിടെ ലൈറ്റ് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സെന്റർ IRVMs മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്.
നമുക്ക് ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെൻട്രലായിട്ടൊരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ ഇപ്പോഴും ഹാലജൻ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ZXi വേരിയന്റിലും ZXi പ്ലസിലുമാണ് നമുക്ക് സൺറൂഫ് വരുന്നത്. ഒരു സിംഗിൾ വിൻ സൺറൂഫ് മാരുതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൺട്രോൾ കാര്യങ്ങൾ വൺ ടച്ച് ഓപ്പണിംഗ് അതിന്റെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഈ സെൻട്രൽ കൺസോളിൽ തന്നെ മീൻസ് നമ്മുടെ ടോപ്പ് മൗണ്ടഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസായിട്ട് ഗ്ലോ ബോക്സ് ആണ്. കോൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ZXi വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഇപ്പോഴും ZXi വേരിയന്റിലും മാരുതി കൊടുത്തിരിക്കുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡ്യുവൽട്രോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ആ ക്രോം ഫിനിഷിൽ കാണാം. ഇവിടെ നമുക്കൊരു സിൽവർ ലൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിട്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് സ്പീക്കർ ഗ്രില്ല് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർജിംഗ് പോർട്ട് ഇപ്പോഴും 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാ വാഹനങ്ങളിലും ടൈപ്പ് C ചാർജിംഗ് പോർട്ട് വന്നപ്പോൾ മാരുതി ഇപ്പോഴും ആ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 2025 വന്ന അഡീഷണൽ ചേഞ്ചാണ് ഈ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്. ആദ്യം ഇങ്ങനെ റൗണ്ടഡ് സീറ്റ് ബെൽറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സെൻറ്റർ ആംബ്രസ്റ്റ് നേരത്തെ വരുന്നുണ്ട്. അതിനകത്തൊരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ആംബ്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. ഇവിടെ നമുക്ക് അകത്തേക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ്. സെൻറ്റർ പാസൻ്റെ ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ZXi വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് സൺറൂഫ് വരുന്നുണ്ടെങ്കിൽ സൺറൂഫിൻ്റെ ഓപ്പണിംഗ് ഇവിടം വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഹെഡ് റൂമിൽ കൺസെൻസ് ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കിലും റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അതിവിടെ ഈ ലാസ്റ്റിലായിട്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതും ഹാലജനാണ്. അത് ZXi വേരിയന്റിലോട്ടാണ് റീഡിംഗ് ലൈറ്റ് വരുന്നത്. നമ്മുടെ VXi വേരിയന്റിലേക്ക് സെൻറ്റർ മൗണ്ടഡ് റീഡിംഗ് ലൈറ്റ് മാത്രമാണ് മാരുതി കൊടുത്തിരുന്നത്. 2025 മോഡൽ ബ്രസയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബ്രസയിൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ബ്രസ. ഇപ്പം മാരുതി ലൈനപ്പിൽ മോസ്റ്റ് സേഫസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രസേനെ വിളിക്കാം. ഈ വാഹനത്തിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ നാച്ചുറലി ആസ്പെക്ടഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ZXi വേരിയന്റിൽ സ്മാർട്ട് ഹൈബ്രിഡും മാനുവലിലും ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് ലഭിക്കും. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് മാനുവലിന് 19.8ഉം ഓട്ടോമാറ്റിക്കിന് 21നും അടുത്താണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് 15നും 16നും ഇടയ്ക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും നമുക്ക് ZXi വേരിയന്റിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഇതല്ല നിങ്ങൾ VXi ആണ് LXi നോൺ ഹൈബ്രിഡ് മോഡലാണ് എടുക്കുന്നതെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 17 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ്. 13നും 14നും ഇടയ്ക്ക് നമുക്ക് മൈലേജ് അതിലും എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസെന്റ് ഇനഫ് ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയാം. 2000 RPM തൊട്ടൊക്കെ അത്യാവശ്യം നല്ല പവർ ഉണ്ട്. ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാനായിട്ട് ചെറിയൊരു ഡിലേ കാണിക്കുന്ന ഒരു എഞ്ചിനാണ്. എന്നാലും ഈ ഒരു സെഗ്മെന്റ് കാറുകളിൽ നോൺ ടർബോ എഞ്ചിനുകളിൽ ബെസ്റ്റ് എഞ്ചിനെ വിളിക്കാം. അതൊരു 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിനായതിൻ്റെ അതിൻ്റെ ഒരു നല്ലൊരു സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. പ്രത്യേകിച്ച് നോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അകത്തേക്ക് വരുന്നില്ല. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 2025 ഈ മാർച്ച് മന്തിന്റെ ഓൺ റോഡ് പ്രൈസാണ് വരുന്നത്. ബ്രസയ്ക്ക് 6 എയർ ബാഗ് വന്നപ്പോൾ ചെറിയൊരു പ്രൈസ് ഹൈക്ക് വന്നിരുന്നു. മാരുതി അവരുടെ എല്ലാ വാഹനങ്ങൾക്കും ഏപ്രിൽ തൊട്ട് പ്രൈസ് ഹൈക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രസയ്ക്ക് വീണ്ടും കുറച്ചും കൂടി പ്രൈസ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മാർച്ച് മാസത്തിലെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് LXi വേരിയന്റിന് 10,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് ആയ VXiയിലേക്ക് വന്നു കഴിഞ്ഞാൽ VXi മാനുവൽ വേരിയന്റിന് 11,35,000 രൂപയും VXi ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിന് 13,30,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് VXi ആൻഡ് LXi വേരിയന്റിൽ CNG അവൈലബിൾ ആണ്. VXi, LXi, ZXi മൂന്നിലും CNG വരുന്നുണ്ട്. ഇപ്പോൾ ബേസ് വേരിയന്റ് CNGയിലേക്ക് വന്നാൽ 11,25,000 രൂപയും VXi CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12,80,000 രൂപയും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ZXi വേരിയന്റ് CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ 14,55,000 രൂപയാണ് പ്രൈസ് വരുന്നത്. CNGയിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല, മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ZXi വേരിയന്റ് മാനുവലിന് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പെട്രോൾ മാനുവലിന് 13,42,000 രൂപയാണ്. അതായത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേരിയന്റിന് 13,42,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXi ഓട്ടോമാറ്റിക് വേരിയന്റിന് 15,05,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇപ്പൊ ടോപ്പ് എൻഡ് വേരിയന്റ് ZXi പ്ലസിലേക്ക് വന്നാൽ മാനുവലിന് 14,95,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 16,62,000 രൂപയാണ് ഓൺ റോഡ്
പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഓൾറെഡി 6 എയർ ബാഗും മറ്റ് സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഒക്കെ ഓപ്ഷൻ വന്നപ്പോൾ ചെറിയൊരു പ്രൈസ് ഹൈക്ക് വന്നു. പക്ഷേ അഡീഷണലി നമ്മൾക്ക് ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഒന്നുകൂടി ചെറിയൊരു പ്രൈസ് ഹൈക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ഓൾ ഓവർ ഇന്ത്യ എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെ എല്ലാ കാറുകൾക്കും എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ LXi ആൻഡ് VXiയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം ഒരു 1,20,000 രൂപയുടെ അടുത്തിട്ടാണ്. പക്ഷേ VXi ആൻഡ് ZXi വേരിയന്റുകൾ 2,05,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. VXi വേരിയന്റിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒരു അലോയ് വീൽസ് വേണം, LED ഹെഡ്ലൈറ്റ് വേണം, സൺറൂഫ് ഒക്കെ വേണ്ടവർ ZXi വേരിയന്റിലേക്ക് പോകേണ്ടി വരും. ആ 2,00,000 രൂപ പ്രൈസ് ഡിഫറൻസിനുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ZXi വേരിയന്റിൽ ശരിക്കും മാരുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്താനുള്ളത് LXi ബേസ് വേരിയന്റിന്റെ റിവ്യൂ ആണ്. ഇതുവരെ ആടുകളുടെ ഷോറൂമിലെ വാഹനം വന്നിട്ടില്ല, വരുന്നതിനനുസരിച്ച് അതിന്റെ വീഡിയോയും ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.